ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചറിയും. ആ സമയത്ത് അവൾക്കൊന്നും മിണ്ടാതിരുന്നാൽ മതി. അവള് മിണ്ടുമ്പോഴാണ് വഴക്കുണ്ടാവാറുള്ളത്. കപ്പിൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പം പലപ്പോഴും ഭർത്താക്കന്മാർ പറയാറുള്ളൊരു ഡയലോഗാണത്. ഈ ദേഷ്യം എന്ന് വെച്ചാൽ എന്താ? ഉള്ളിലുള്ള വികാരങ്ങളെ, പിടിച്ചു നിർത്താൻ പറ്റാത്ത വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ദേഷ്യമായിട്ട് പുറത്തു വരുന്നത്, അല്ലേ? ആ സമയത്ത് ഒരിക്കലും നമ്മൾ നല്ല വാക്കുകളല്ല ഉപയോഗിക്കാറുള്ളത്. ഏറ്റവും മോശമായിട്ടുള്ള അവരുടെ അപ്പുറത്തുള്ള പാർട്ടിയെ, നമ്മുടെ പാർട്ട്ണറെ മുറിവ് ഉണ്ടാക്കുന്ന, ബ്രെയിനിനകത്ത് ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിലുള്ള മുറിവുണ്ടാക്കുന്ന വാക്കുകളൊക്കെ നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ആ സമയം പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. വിരലുകൾ അങ്ങോട്ട് ചൂണ്ടിയിട്ട് സംസാരിക്കും. നീ ശരിയല്ല, നീ അങ്ങനെയാണ്, നീ അങ്ങനത്തെ ആളാണ്, നീ ഇങ്ങനത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും മോശമായിട്ട് അവരെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാറുള്ളത്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇതാണ് ആ സമയത്ത് വരാറുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ വിരൽ നേരെടുത്തിട്ട് സ്വന്തം നെഞ്ചിലേക്ക് ഒന്ന് ചൂണ്ടിയിട്ട് ഒരു 21 ദിവസം, മൂന്നാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് പുതിയൊരു ശീലത്തെ കണക്ട് ചെയ്യാനും സ്വീകരിക്കാനുള്ള ഒരു സമയമാണ്. സ്വന്തത്തെ തിരുത്താനായിട്ട് ഒന്ന് ഉപയോഗപ്പെടുത്തുക. ഞാൻ ഓക്കെ ആവുന്നു 3 ആഴ്ച എന്ന് പറഞ്ഞ് സ്വന്തം കുറവുകളെ തിരുത്താനായിട്ട് രണ്ട് കൂട്ടരും ശ്രമിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പരസ്പരം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നോക്കൂ. അപ്പോൾ നിങ്ങൾ പറയും ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. അതായത് രണ്ടുപേരും ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പുറത്തുള്ള ആളെ തിരുത്താൻ നിൽക്കുമ്പോഴാണ് പലപ്പോഴും വഴക്കുകൾ ഉണ്ടായിത്തീരുന്നതും ദാമ്പത്യങ്ങൾ തകരുന്നതും. അതുകൊണ്ട് സ്വന്തത്തെ ഒന്ന് തിരുത്താനായിട്ട് നിങ്ങളൊരു സമയത്തെ ചെലവഴിക്കുക. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ടൂളായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു സൈക്കോളജി